ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീണ്ടും 2-3 ദിവസം അയക്കണു. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് കിച്ചൺ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനിവിടെ താഴെ കിടക്കണ മൊത്തം ഇതൊന്നും അല്ലായിരുന്നു. എല്ലാ ഭാഗത്തും ഇവർ ഈ വേസ്റ്റ് പെയിൻ്റ് അടിച്ചതിൻ്റെയും മറ്റൊക്കെ വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഞാനൊരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഏതായാലും കിച്ചൺ കാണിക്കുമ്പോൾ ഒന്ന് നീറ്റായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് ഇച്ചു ബേബിയും കൂടെ വോയിസ് ഓവർ നമ്മുടെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇച്ചു ബേബീനെ തൊട്ടിൽ ആട്ടിക്കൊണ്ട് ശരി തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കിച്ചൻ്റെ ഡോറാണ്. ഡ്രോയറിൻ്റെയും ഇതിൻ്റെയൊക്കെ ഡോറ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. PU ഫിനിഷിലാണ് കേട്ടോ പെയിൻറ് ചെയ്യുന്നത്. ആള് വോയിസ് ഓവർ കൊടുക്കാൻ തീരെ സമ്മതിക്കാത്ത പോലെ ഇങ്ങനെ ഒച്ചിട്ടോണ്ടിരിക്കുകയാണ്. ആളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബേബിക്ക് നല്ല സുഖമില്ല, ഇന്നലെ നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര ദിവസം പനിയൊന്നും അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ ഇത്ര ദിവസം നമ്മൾ പൊടിയിലൊക്കെ നിന്നുകൊണ്ടായിരിക്കും. എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മൾ ബേബീനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുക, എങ്കിലും കുറേ ദിവസമായില്ലേ. നമുക്കാണെങ്കിൽ പൊടി പെടുമ്പോൾ എനിക്ക് തന്നെ അന്ന് വല്ലാത്തൊരവസ്ഥയായിരുന്നു തൊണ്ടയിൽ. പക്ഷെ ബേബിക്കാണെങ്കിൽ പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും കൂടി ഉണ്ടാവുന്നുണ്ട്. എല്ലാം ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവർ ഈ മെഷീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈമർ അടിച്ച് അതിന് ശേഷം പിന്നെ ഒരതി വീണ്ടും അങ്ങനെ എന്തൊക്കെയോ കുറേ ദിവസത്തെ ഓരോ പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ എന്തോരം ദിവസമായി എന്നറിയോ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഉള്ളിലേക്ക് ഞാൻ ആരെയും കയറ്റൂല, ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനവും അങ്ങനെ പുറത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ അവർ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പണി ചെയ്യുന്നത്. പിന്നെ ഇതേ ലാസ്റ്റ് നല്ലോണം പൊടിയുണ്ട്. പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1.5 പൊടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന വീട്ടിൽ പണിയെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു പുതിയ വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് കെട്ടുക എന്നുള്ളത്. പക്ഷേ എനിക്കാണെങ്കിൽ പുതിയ സ്ഥലം വാങ്ങിയൊരു വീട് കെട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. ഉള്ളതൊന്നും നന്നാക്കി എടുക്കുക, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീട് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും നല്ല കോളനിയാണ്, നല്ല ഏരിയ ആണ്. നമ്മുടെ നൈബേഴ്സും എല്ലാവരും നല്ല നല്ല ആൾക്കാരാണ്. അപ്പോൾ ഇത് വിട്ടിട്ട് ഞാനും കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് സൗകര്യമാക്കി എടുക്കുന്നത്. പിന്നെ അതേ ഞാനെല്ലാം ഒന്ന് പൊടിയൊക്കെ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനായിട്ടോട്ടോ കൊണ്ട് വെക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇടിവെട്ട് അടുത്ത വലിയൊരു പണിയാണ്. നമുക്ക് സ്കൂൾ തുടങ്ങുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റൊക്കെ കണ്ടപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. എന്താ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവർക്കല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സൊക്കെ ഉണ്ടാവുള്ളൂ, പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ അപ്പുറത്ത് വേറൊരു വർക്ക് ഏരിയയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അതെങ്കിലും ഒന്ന് ആയിക്കിട്ടെന്ന് വിചാരിച്ചപ്പോൾ അത് നടന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രോഗ്രസ്സായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതുപോലെ ഇത് മുകളിലുള്ള നമ്മുടെ ഷെൽഫാണ്. ഇതിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഇനി ഉള്ളിൽ ഗ്ലാസ് തട്ട് വരും, മുകളിൽ ലൈറ്റ് വരും, പിന്നെ ഡോറും വരും. അത് കഴിഞ്ഞ് അതിൻ്റെ പണിയും കഴിഞ്ഞു. അത് മിക്കവാറും അവർക്ക് ഇന്ന് ചോദിച്ച സമയത്ത് ഒരു വെള്ളിയാഴ്ച ആകുമ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ 2 ദിവസം കിച്ചൺ പൂട്ടിയിടണം. തുറക്കാൻ പറ്റില്ല, PU പെയിൻ്റില്ല, അപ്പോൾ തുറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഇതേ നമ്മുടെ ബേബി എണീറ്റിട്ടുണ്ട്. എണീറ്റ് ആൾക്ക് നല്ല സുഖമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേഗം ഫീഡ് ചെയ്തതിന് ശേഷം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല വയ്യാത്തതുകൊണ്ട്. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മറ്റു ഫുഡ് കൊടുക്കുന്നതിനേക്കാളും ഡൈജസ്റ്റ് ആവാനും ഒക്കെ ഈസി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് കൂടുതലായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. കുട്ടികൾ കഴിക്കാത്ത സമയത്ത് വെറുതെ നിർബന്ധിച്ച് കുത്തിത്തിരുകാനും പറ്റില്ല. അവർക്ക് എന്തായാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്തിട്ട് വീണ്ടും തൊട്ടിയിലിട്ട് നോക്കി. പക്ഷേ ആൾ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം ഞാൻ ആട്ടാനൊക്കെ ഇങ്ങനെ ശ്രമിച്ച് ആളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും, ആരെങ്കിലും ഒരാൾ നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് എടുക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റുമല്ലോ. എനിക്കാണെങ്കിൽ കിച്ചണിൽ പോയിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. ഇപ്പോൾ ബേബിക്ക് തന്നെ ഫുഡ് ആക്കുകയാണെങ്കിൽ പോലും ആരെങ്കിലും ഒരാൾ പിടിക്കണം. ശരിക്കും ഇപ്പോൾ നല്ല പണിയാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, വർക്ക് ഏരിയ ഈ ഭാഗത്തേക്ക് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ പണി ഇതേ പുരോഗമിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിങ്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിങ്ക് സംഭവങ്ങളൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ നാളെ തൊട്ട് അവിടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്ര ദിവസം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഇപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നത്, പക്ഷേ അമ്മക്കത് ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും എനിക്കത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്താ പറയുക, അപ്പോൾ അതെങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അതൊന്ന് നിർത്തണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഏരിയ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കണം. ഇതാകുമ്പം നമുക്ക് പുറത്തുനിന്ന് ഫുഡ്
അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇന്നൊരു 12 മണിയാകുമ്പോൾ, അല്ല 11 മണിയോ 10 മണി അങ്ങനെ 9 മണി തൊട്ടിട്ട് ഓരോന്ന് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് തരുമൊക്കെ കിച്ചൺ, അതായത് എല്ലാം നീറ്റാക്കി തുടച്ച് വെച്ചതിന് ശേഷം. അപ്പോൾ ഇക്ക പറഞ്ഞു നാഷ്ട വാങ്ങിയിട്ട് വരാം എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴേക്കും ഇലക്ട്രീഷ്യൻ വന്നു. മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കി അവിടെയൊക്കെ എല്ലാ സാധനങ്ങളും ലൈറ്റ് ഫിറ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് പിന്നെ എനിക്ക് പറ്റിയില്ല. അതിനുശേഷം പിന്നെ 1:30ക്ക് ശേഷമാണ് ഈ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൻ്റെ ഇപ്പോഴത്തെ വ്യൂ എന്ന് പറയുമ്പം. അത്യാവശ്യം ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡോറുകൾ ഫിറ്റ് ചെയ്യാനുണ്ട്. സിങ്കൊക്കെ നമ്മൾ അന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഒരു 4-5 ദിവസം മുമ്പാണ് വെള്ളത്തിൻ്റെ കണക്ഷനൊക്കെ കിട്ടിയത്. പിന്നെ ഇതാണ് നമ്മുടെ ഓപ്പൺ ഷെൽഫ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഷെൽഫ് നന്നായിരിക്കില്ല, ബോറല്ലേ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും നമ്മുടെ ഓപ്പൺ ഷെൽഫ് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ 1, 2, 3 ഐറ്റംസ് നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വർക്ക് ആയിട്ടില്ല. എങ്ങനെയും ഒരാഴ്ച ആകുമ്പോഴേക്കും അതും കൂടെ കഴിയും. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ലോണ്ട്രി ഏരിയ ആണ്. ഇവിടെ വന്നിട്ട് ഒരു ടൈലിൻ്റെ പുറത്ത് വരും കേട്ടോ. അത് ഇതേ താഴെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സമാധാനത്തിൽ തിങ്കളാഴ്ച വർക്കേഴ്സിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ നാനോ വൈറ്റാണ് ഇട്ടിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെ വന്നിട്ട് മൊറോക്കൻ ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു സംഭവം വന്നിട്ട് ചൂടുള്ളത് നമ്മൾ നാനോ വൈറ്റിൽ നേരിട്ട് വെക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതാണെങ്കിലും പിന്നെ കുട്ടികളുടെ ടേബിൾക്കാണെങ്കിലും ചൂടുള്ള സാധനങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് വെക്കാനുള്ള ആ ഒരു സംഭവം സിലിക്കോണിലാണ്. നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു പിങ്ക് ബോക്സ് വന്നിട്ട് തൽക്കാലം സ്പൂണ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വരാൻ തുടങ്ങിയിട്ടാണ്. നമ്മളൊരു 7-8 മാസം മുമ്പ് വാങ്ങിച്ചതാണ് തോന്നുന്നത്. അങ്ങനെ ഓരോ സംഭവമായിട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ട് വന്ന് കിച്ചൺ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് മാറ്റി കാണിച്ചാണ്. പിന്നെ ഈ കിച്ചണിൽ വെച്ചിട്ട് ഞാനും 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ. അതൊക്കെ ഇൻഷാല്ലാ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത വലിയൊരു പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കൗണ്ടർ ടോപ്പും അതിൻ്റെ അടിയിലും എല്ലാം ദ്രവിച്ച് നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കിച്ചൺ ഏകദേശം റെഡി ആവുമെന്ന് കണ്ടപ്പോൾ ശരി ഇതും കൂടെ നമുക്ക് പെട്ടെന്ന് ആശാരിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അവരോട് നമ്മൾ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് എത്ര ദിവസത്തിൽ ചെയ്ത് കിട്ടും, എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അത് തൊടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പൊളിച്ചൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ പണി ഭയങ്കര സ്ലോ ആണെന്ന് കണ്ടപ്പോൾ, അതായത് ഇടിക്കലും പൊളിക്കലും അവിടുത്തെ ക്ലീനിങ്ങും സ്ലോ ആണ് കണ്ടപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയതാണ്. അതിനുള്ള സമ്മാനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ബ്ലഡ് വരും, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അതാണ് പരിപാടി. അപ്പോൾ ഞാൻ അറിയാതെ നമ്മുടെ റനക്കുട്ടി ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം. അപ്പോൾ സ്ലാബ് ആദ്യം പൊട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നല്ല. പിന്നെ പൊട്ടിച്ചെന്താണെന്ന് വെച്ചാൽ ആശാരിമാർ പെട്ടെന്ന് തന്നെ ബോക്സ് അടിച്ച് കയറ്റാം. പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സിമെൻറ്റിൻ്റെ പൊടി വീഴില്ല. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ മൾട്ടിവുഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെ എന്താ പറയുക ചെതൽ പിടിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒക്കെ അങ്ങോട്ട് മാറ്റിയതാണ്. ഇതേ മാറ്റിയിട്ട് ഇപ്പോൾ ഹോളിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നമുക്കൊന്നും മനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു മറ്റേ കിച്ചണിലൊക്കെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ളത്. പക്ഷെ അതിൻ്റെ വർക്കും പെൻഡിങ്ങിലായി. ഡോറുകൾ പെട്ടെന്ന് വരാത്തത് കൊണ്ട് നമുക്കതും ആകെ പെൻഡിങ്ങിലായി. പിന്നെ പണി ഏൽപ്പിച്ച ആളിനെ വിളിച്ചിട്ട് ഞാൻ കുറേ പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടേ, കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങല്ലേ, നിങ്ങളിങ്ങനെ ലേറ്റ് ആക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. എന്നുവെച്ചാൽ എന്തായാലും വലിയൊരു വിജയത്തിന് മുമ്പ് ഒരു വിഷമം ഉണ്ടാവും. അതിൻ്റെ എക്സ്ട്രീം ലെവൽ വിഷമം നമ്മൾ താണ്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഇപ്പുറത്തെ ഈ ഐലാൻഡ് ഇല്ലേ, ആ സംഭവത്തിൽ സൈഡിലില്ലേ ഒരു പുറ്റുപോലെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ ചെതൽ പിടിച്ചിട്ട് ഇതായിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലൈവുഡിലാണ് മുമ്പ് ഈ പണി ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ നിലത്ത് മുട്ടുന്ന ഭാഗത്തൊന്നും പ്ലൈവുഡ് കൊണ്ട് നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പ് കബോർഡുകൾ ചെയ്യരുത്. ഉറപ്പായിട്ടും അത് ചെറിയൊരു നനവ് തട്ടി, നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ ഒരു നനവ് തട്ടൂലേ, ആ സമയത്ത് മൊത്തത്തിൽ ഇതിൽ മെല്ലെ മെല്ലെ അങ്ങനെ ചെതൽ കയറി പോകുമെന്നാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മൾട്ടിവുഡിലാണ് ചെയ്യുന്നത്. താഴത്തെ പോർഷൻ ഈ ചുമരായിട്ട് മുട്ടുന്ന ഭാഗം ഒക്കെ മൾട്ടിവുഡിലാണ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീട് പണി ചെയ്യുകയാണെങ്കിലും വരുന്ന ആശാരിമാർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതുപോലെ ഫുള്ളായിട്ട് ഈ ചുമരും ഭാഗത്ത് തട്ടുന്ന ഭാഗത്തൊക്കെ മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഉള്ളിലുള്ള തട്ടുകളൊക്കെ നമുക്ക് പ്ലൈവുഡിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇത് മൊത്തത്തിൽ കണ്ടില്ലേ, അതിനകത്ത് അവരുടെ ഒരു കുടുംബം തന്നെ ഉണ്ടായിരുന്നു.
മൊത്തത്തിൽ ചെതൽ കയറി ഇങ്ങനെ ഒരു പുറ്റ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഐലൻഡ് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ പ്ലെയിൻ ആക്കിയിട്ട് ഇടാനാണ് കേട്ടോ നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു ഇതിൽ കിട്ടുന്ന നല്ല പീസൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക, അപ്പോൾ പിന്നെ അത്രയും നമുക്ക് ചിലവും കമ്മിയാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് ഒരു സൈഡിൽ നിന്ന് ചെതൽ കയറി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ പിന്നെ മറ്റേൽക്കൊക്കെ പിടിക്കുന്ന പറഞ്ഞു. അപ്പോൾ എങ്കിലും ഞാൻ പറഞ്ഞു ഇല്ലാത്ത ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുമല്ലോ, അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്, കാരണം അത്രയും നമുക്ക് ചിലവ് കുറഞ്ഞ് കിട്ടും. അപ്പം ഞാനിങ്ങനെ ശ്വാസം വിടാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ സമയം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 2 മണിയായിട്ടുണ്ട്. എനിക്ക് ഇതാണെങ്കിൽ 2:30 അപ്ലോഡ് ചെയ്യാണ്ട് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഒരുപാട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് വീടിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ അറിയിക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു കടമയാണ്. കാരണം എനിക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് എന്തായെന്ന് അറിയണമല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ കാണിക്കാമെന്നാണ്. പക്ഷേ അത് ശരിയല്ലാന്ന് തോന്നി. ഏതായാലും അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ കൂടെ തരണം തോന്നി. ഇത് കണ്ടില്ലേ മൊത്തത്തിൽ ചെതൽ പിടിച്ചിട്ട് എനിക്കിനെ കണ്ടിട്ട് ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിരുന്നുണ്ടായിരുന്നു, ഒരുമാതിരി അറപ്പായിട്ടേ പേടിയായിട്ട് ഇങ്ങനെ. അപ്പോൾ അത് മൊത്തം എടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഇതിൻ്റെ മുകളിലേക്കും പിടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിക്കാൻ നോക്കി, പിന്നെ നമ്മൾ പൊളിക്കണ്ടാന്ന് തീരുമാനിച്ചു. വെറുതെ ചിലവും കൂടും, പിന്നെ പുതിയത് വാങ്ങി വയ്ക്കണമെങ്കിൽ ഒരുപാട് പൈസ ആവും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവർ മറ്റേ റാക്ക് കാര്യങ്ങളൊക്കെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വലിയൊരു സമാധാനമായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇനിയിപ്പം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതും നമുക്ക് സെറ്റായി കിട്ടും. ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ അവർക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയി. സെക്കൻഡ് ഡേ പാവം ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഗ്യാസ് അതിന് ശേഷമാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ അവിടെ നിന്ന് അമ്മ രാവിലെ പാവം നേരത്തെ എണീറ്റൊക്കെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് വേറെ കുട്ടികൾക്ക് വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അതുകൊണ്ട് വലിയൊരു ആശ്വാസം സമാധാനമൊക്കെയാണ്. എന്തായാലും എൻ്റെ അമ്മക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ എല്ലാവരെയും ദുആ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇൻഷാല്ലാ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ആയിട്ട് ഞാൻ നാളെയോ മറ്റന്നാളെയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും ചെറിയൊരു ഇൻഫർമേഷൻ എങ്കിലും കിട്ടി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.